നവകേരള സദസ്സിന്റെ പേരിൽ പല ജില്ലകളിലും അനധികൃതമായി പണപ്പിരിവ് നടന്നതായി വിജിലൻസ് റിപ്പോർട്ട്. സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്താനുള്ള സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വ്യാപക പണപ്പിരിവ് നടന്നു. ഇതിൽ ചില ഉദ്യോഗസ്ഥർ ക്രമക്കേട് നടത്തിയെന്നാണ് രഹസ്യമായി ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ വിജിലൻസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ് തിരുവനന്തപുരത്തു നിന്നും ചേർന്നുണ്ട്. രാജീവ്, നമുക്കറിയാം നേരത്തെ തന്നെ വളരെ വലിയ വിവാദങ്ങളിലേക്ക് ഉൾപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നവകേരള സദസ്സ്. സർക്കാർ നടത്തിയ ഏറ്റവും വലിയ ധൂർത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ പോലും ഒരു തട്ടിപ്പ് നടത്തുന്നു എന്നുള്ള രീതിയിലേക്കല്ലേ ഈ ഒരു വിഷയം വഴിമാറുന്നത്? വിഷ്ണു, തീർച്ചയായും നവകേരള സദസ്സിന്റെ മറവിൽ വലിയ ധൂർത്ത് തന്നെ നടന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നേരത്തെ ജനൻ TV പുറത്തുവിട്ടതുമാണ്. ഏകദേശം 100 കോടി രൂപയ്ക്കടുത്താണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. ഇതിൽ തന്നെ ഏകദേശം 20 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചത് നവകേരള സദസ്സിന്റെ പ്രചാരണത്തിനായിരുന്നു. പ്രത്യേകിച്ചും 140 മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം കാണുമെന്ന അറിയിപ്പോടുകൂടിയായിരുന്നു നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയായിരുന്നു നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. ഇതിനായി മാത്രം ഏകദേശം 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ബസ് വാങ്ങിയതും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഏതായാലും ഇതിനിടെയാണ് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണമെന്ന ഒരു നിർദ്ദേശം നേരത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ജില്ലാ ഭരണകൂടത്തിനാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. അതായത് ഓരോ മണ്ഡലങ്ങളിലും ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണം. ആരെയാണോ സമീപിക്കേണ്ടത് അവരെ കണ്ടെത്തി അവരിൽ നിന്ന് പണം വാങ്ങണം എന്ന നിർദ്ദേശമായിരുന്നു സർക്കാർ നൽകിയത്. രേഖാമൂലം തന്നെ സർക്കാർ ഇത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ മറവിൽ വ്യാപകമായ പണപ്പിരിവ് നടന്നു എന്നാണ് നിലവിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പല ഉദ്യോഗസ്ഥരും ഈ കോറി മാഫിയയിൽ നിന്നും അതുപോലെ തന്നെ ബാർ ഉടമകളിൽ നിന്നുമൊക്കെ വ്യാപകമായി പണം കൈപ്പറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിൽ പകുതി പോലും ഈ നവകേരള സദസ്സിനായി ഉപയോഗിച്ചിട്ടില്ല എന്നും വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് രഹസ്യമായി ആഭ്യന്തര വകുപ്പിന് വിജിലൻസ് നൽകിയത്. എന്നാൽ ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ ഇതുവരെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ധൂർത്ത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ നവകേരള സദസ്സിന്റെ മറവിൽ വ്യാപകമായി പണപ്പിരിവ് ഉദ്യോഗസ്ഥർ നടത്തിയെന്ന തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ ഒരു റിപ്പോർട്ടിൽ തുടർ നടപടികൾ ഗുണ്ടാ പിരിവിനേക്കാൾ പോലും ഗതികേടാണ് ഇത്തരത്തിൽ CP നടത്തുന്ന ഈ ഒരു പണപ്പിരിവ്. പ്രത്യേകിച്ച് നമുക്കറിയാം ശക്തമായൊരു ധൂർത്ത്, ആ ധൂർത്തിന് പിന്നാലെ ഒരു പണപ്പിരിവിന്റെ പേരിൽ ഒരു തട്ടിപ്പ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇത്രത്തോളം തരം താഴ്ന്നു പോവുകയല്ലേ സർക്കാർ? വിഷ്ണു, തീർച്ചയായും സർക്കാർ അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ വെട്ടിലായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ഉദ്യോഗസ്ഥരെ ഈ പണപ്പിരിവിനായി നിയോഗിക്കുന്നു. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ കോറി മാഫിയ ആളുകളെ കാണുന്നു, ബാർ ഉടമകളെ കാണുന്നു. മാത്രമല്ല ശ്രീ സന്ദീപ് വാര്യർ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള പണപ്പിരിവുകൾ വ്യാപകമായി നടന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പല ഹോട്ടലുകളിലും എത്തി പണം ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ആവശ്യപ്പെടുന്നു. ആ രീതിയിലുള്ള വ്യാപകമായ പണപ്പിരിവും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നത്. അതിൽ വലിയ കേട് നടന്നു എന്നാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വിജിലൻസ് റിപ്പോർട്ടിൽ ഇതുവരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. കാരണം സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ വ്യാപകമായി പണപ്പിരിവ് നടത്തിയത്. അതിന്റെ മറവിൽ അഴിമതിക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തു വന്നാൽ അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് വിജിലൻസ് ആഭ്യന്തര വകുപ്പിനെ കൈമാറുന്നത്. രഹസ്യമായി തന്നെ ഒരു അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനെ കൈമാറുകയായിരുന്നു. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുപ്രകാരമാണ്. പല ജില്ലകളിലും ഈ രീതിയിൽ ഉദ്യോഗസ്ഥർ വ്യാപകമായി പണപ്പിരിവുകൾ നടത്തിയിട്ടുണ്ട്. ഇതിന് സ്പോൺസർഷിപ്പ് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മണ്ഡലങ്ങൾ തിരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പണപ്പിരിവ് നടത്തിയത്. ഈ പണപ്പിരിവിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ പകുതി പോലും നവകേരള സദസ്സിനായി ഉപയോഗിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർ സ്വന്തം നിലയ്ക്ക് പണം പിരിച്ചെടുത്തു. അതായത് സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കി ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നു, നിങ്ങൾ പണപ്പിരിവ് നടത്തിക്കോളൂ, സ്പോൺസർഷിപ്പ് ആണ്, അതുകൊണ്ട് തന്നെ ഈ പണം പിരിച്ച് നവകേരള സദസ്സിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ 10 ലക്ഷം പിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 5 ലക്ഷം പോലും നവകേരള സദസ്സിന് നൽകിയിട്ടില്ല. 5 ലക്ഷത്തിനടുത്ത് എടുത്തത് ഉദ്യോഗസ്ഥരാണ്. ഈ രീതിയിലാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം ഇതാണ്, അഴിമതിക്ക് വഴിയൊരുക്കിയത് ആരാണ്? സാധാരണ രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ ഇത്തരം പണപ്പിരിവിന് നിയോഗിക്കാറില്ല. പക്ഷേ ഇവിടെ സംസ്ഥാന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് ഈ നവകേരള സദസ്സിനായി ധനവകുപ്പിന് പണം ചെലവഴിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ എന്നിട്ട് പോലും 100 കോടി രൂപയ്ക്കടുത്ത ധനവകുപ്പ് നവകേരള സദസ്സിനായി ചെലവഴിച്ചു. അത് എന്തിനെന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ നിലനിൽക്കുകയാണ്. എത്ര പരാതികൾക്ക് പരിഹാരം കണ്ടു എന്ന ചോദ്യത്തിന് മറുപടിയില്ല. എത്ര പണം ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയില്ല. നമുക്ക് കിട്ടുന്ന കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 90% പരാതികളും നവകേരള സദസ്സിൽ ലഭിച്ചത് ഇപ്പോഴും ഒരു പരിഹാരവും ഇല്ലാതെ ശേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ
വസ്തുതകളൊക്കെ നിലനിൽക്കുകയാണ്. ഇതിന്റെ മറവിൽ വ്യാപകമായ അഴിമതി ക്രമക്കേട് നടന്നു എന്ന വിജിലൻസ് റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നത്. ആ വിജിലൻസ് റിപ്പോർട്ട് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് ഒളിപ്പിക്കുകയാണ്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പോലും എടുക്കാൻ തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി പണപ്പിരിവ് നടത്തിയത് CPM അനുകൂല സംഘടനാ പ്രവർത്തകരുണ്ട്, CPM-നൊപ്പം നിൽക്കുന്ന പല പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. പല പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെയാണ് ഈ കോറി ഉടമകളെയും മറ്റും വിളിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനായി പണം ആവശ്യപ്പെട്ടത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ പണം ആവശ്യപ്പെടുമ്പോൾ തീർച്ചയായും അവർക്കെതിരെ നടപടിയെടുത്താൽ അത് പിന്നീട് വലിയ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുണ്ട്. കാരണം ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, നവകേരള സദസ്സ് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. വലിയ ദൂർത്ത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമായി ഉയർന്നിരുന്നു. പൊതുസമൂഹത്തിൽ അതിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ കഴിയാത്ത സാഹചര്യമുണ്ടായി. മാത്രമല്ല, നമുക്കറിയാം, മുഖ്യമന്ത്രി നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്ന ഈ സമയത്താണ് ക്ഷേമ പെൻഷൻ 6 മാസത്തോളം മുടങ്ങിയത്. തുടർന്ന് ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ല എന്ന് ധനവകുപ്പിനെ സമ്മതിക്കേണ്ട സാഹചര്യമുണ്ടായി. പിന്നീട് കടമെടുത്താണ് ഈ ക്ഷേമ പെൻഷനുകൾ നൽകിയത്. മാത്രമല്ല, നവകേരള സദസ്സിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയും സംഘടിപ്പിക്കുന്നു. ഇതിന് പണമില്ലാതെ വന്നപ്പോൾ വിവിധ വകുപ്പുകളിൽ നിന്നാണ് പണം ഏറ്റെടുത്തുകൊണ്ട് മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. ഈ രീതിയിൽ വലിയൊരു ദൂർത്ത് ഒരു വശത്ത് നടക്കുമ്പോൾ ആ ദൂർത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ മറ്റൊരു കൊള്ള കൂടി നടന്നിരിക്കുന്നത്. അത് ഉദ്യോഗസ്ഥർ നേതൃത്വത്തിൽ നടന്നത്. ഒരു വശത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ അഴിമതിക്ക് നേതൃത്വം നൽകിയെങ്കിൽ മറുവശത്ത് ഇതിന് നേതൃത്വം നൽകിയത് ഉദ്യോഗസ്ഥരാണ്. അതാണ് സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയും ഒതുക്കി തീർക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മുകൾ തട്ടിൽ നിന്ന് നൽകിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിഷ്ണു. രാജീവ, മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ നവകേരള സദസ്സ് നടന്നപ്പോൾ തന്നെ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഗുണ്ടകളെ പോലെ അമർച്ച ചെയ്യുന്ന തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ ഉണ്ടായത്. അത്തരത്തിലാണ്